എന്തുകൊണ്ട് ഒന്നും പറയുന്നില്ലയോ? ഒന്നും പറയാനില്ലയോ? മോളൊക്കെ എങ്ങനെയായിരിക്കുന്നത്? ചെന്നമ്മ മോള് അവള് അവരൊക്കെ സുഖമായിരിക്കുന്നു. അറിയോ? മനസ്സിലായോ ആരാന്ന്? മനസ്സിലായി. നിനക്ക് മനസ്സിലായോ അതാരാന്ന്? ഈ അപ്പച്ചൻ്റെ ഇവിടത്തെ അമ്മച്ചിയാ. ഇറങ്ങിപ്പോ കാണണ്ട. കാണത്തില്ല. എന്തൊക്കെ എന്താ പേരെന്താ? ജോളി. ഇതും ജോളിയാന്നല്ലോ. പോറായില്ലേ? ഒരുങ്ങ 10 സൺഡേ സ്കൂൾ എപ്പോഴാ? സൺഡേ സ്കൂൾ ഉച്ച കഴിഞ്ഞ 2:30 തുടങ്ങി 4 പറഞ്ഞു. എല്ലാരും കൂടെ അടുത്ത വർഷം പറഞ്ഞു. ആസ്പത്രിയിലൊക്കെ ഒന്ന് പോയി ചികിത്സയൊക്കെ നടത്തിട്ട് പോവാ. സിനിമ എന്തായാലും കൊച്ചിനെ കൊണ്ടുപോകും. അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ഇനി തന്നെ വിടിയാൻ വേണ്ട, എല്ലാവരും കൂടെ ഒന്ന് അടുത്ത വർഷം ഒത്തു വേണം. അങ്ങനെ ഒരു സന്തോഷം. നിങ്ങളൊരു ബാച്ചായിട്ട് ഒരാൾക്ക് കൊള്ളാം. മറ്റേ ഇതേപ്പുറത്ത് അവർ വാസുകുട്ടി, അങ്കമ്മ, രാജി. അടുത്ത വർഷം നമുക്ക് സ്കൂൾ അടയ്ക്കുമ്പോഴാണെങ്കിൽ സൗകര്യമായിട്ട് വരാനും പറ്റും. അതായത് 2 മാസത്തെ ലീവിന് വരികയും ചെയ്യും. 10 ദിവസത്തേക്ക് വന്നിട്ട്. അതെ. സാക്ഷി പറയാതിരിക്കുന്നതല്ല, എങ്കിലും സാക്ഷി പറയാതിരുന്നതും ദൈവത്തോട് മാത്രം പറ്റിച്ചവരോട് ഈ പാർട്ടികളിലേക്കൊണ്ടിരിക്കുന്നു. എന്നെ ഇങ്ങനെ പല്ലെടുക്കുന്നതായ സമയത്ത് 14 പല്ലെടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ കൂടുതലായി ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുകയും ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിക്കുകയും ജയിച്ച് സഹായിക്കുകയും ചെയ്തു. ഒരുപോലെ എനിക്ക് പഴുക്കുന്നതിനോ വേദന ഉണ്ടാകുന്നതിനോ ഒന്നും സംഭവിക്കാതെ എന്നെ പരിജ്ഞാനപ്പെടുന്ന കാര്യമൊന്നും മാത്രമായിരുന്നു. കൂടുതലായി ദൈവത്തിൽ മാത്രം അവസരം വെച്ചുകൊണ്ട് ജീവിപ്പാർന്നു ചെയ്യുന്നതായിരിക്കുന്നു. അത് തന്നെയല്ല, മറ്റുമാരെല്ലാവരും ദൈവത്തെ വളർത്തുവാനും കൂടുതലായി ഇങ്ങനെ ഒരു ഭാഗ്യം ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിപ്പാൻ ഞങ്ങളൊന്നുമായിട്ടില്ലായെങ്കിൽ ദൈവം പ്രവർത്തിച്ച് ഞങ്ങൾ ഇങ്ങനെ ഭാഗ്യമുള്ളവരായി കാണപ്പെടുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. കൂടുതലായി ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനും ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാനും ദൈവത്തെ മാത്രം ജീവിക്കാനും ജീവിപ്പാനും ഇടയായിക്കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ വന്നാലും ദൈവത്തിൽ മാത്രം സർവ്വം സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാനും ഓരോ നിമിഷവും ദൈവത്തോട് മാത്രം പറ്റിച്ചേർന്നുകൊണ്ട് ഓരോ ആവശ്യങ്ങളും ദൈവത്തോട് മാത്രം അറിയിച്ചുകൊണ്ട് ജീവിപ്പാനും വരികയും ദൈവം ഇടയായിക്കൊണ്ടിരിക്കുന്നു. കൂടുതലായി ദൈവത്തിൽ മാത്രം മറന്നിരുന്നുകൊണ്ട് ജീവിപ്പാനും ഇടയാക്കണം. എന്നെ കുഞ്ഞുങ്ങളെ കാണുവാനും കൊണ്ട് ഇടയാക്കുന്നതിന് വേണ്ടി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പം വരുമെന്ന് ആദ്യം പറഞ്ഞിട്ട് വരത്തില്ലെന്നറിഞ്ഞു. കൊച്ചു മനസ്സുകൊണ്ടില്ലാത്തതുകൊണ്ട് വരത്തില്ലെന്നറിഞ്ഞതുകൊണ്ട് ഞങ്ങളിങ്ങനെ കൂടുതലായി ദൈവത്തോട് മുന്നിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എങ്കിലും തക്ക സമയത്ത് വരുവാനും ഒത്തൊരുമിച്ച് കാണുവാനും സന്തോഷിപ്പാനും ഒത്തൊരുമിച്ച് മഹത്വപ്പെടുവാനും ദൈവടയാക്കിയതിനു വേണ്ടി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവരെ ഇനി മാസം 7-ാം തീയതി പോകുന്നെന്ന് അറിയുന്നു. പോകുന്ന യാത്രയിലെല്ലാം ദൈവത്തിന്റെ കാവൽ സൂക്ഷിച്ചുണ്ടായിരിക്കണം. നമ്മളെ തക്ക സമയത്ത് താമസിക്കുന്ന സ്ഥലത്ത് കാത്തു സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അവൾക്കും കൊച്ചുമോൾക്കും സുഖമില്ലെന്ന് അറിയുമെങ്കിലും അസുഖത്തിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കുകയും വെളിഞ്ഞ ആരോഗ്യം ബലം ദീർഘായുസ് കൊടുത്ത് ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് കാണുവാനും ഒത്തൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. കൂടുതലായി ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാർക്കത്തോട് ഇതുവരെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള സമയവും
ദൈവത്തിന്റെ ആശ്രയ സഹായം ഒന്ന് മാത്രം മതി. അവിടുത്തെ ഞങ്ങളുടെ വഴി നടത്തണം. ഈ കുഞ്ഞുങ്ങളുടെ യാത്രയിലെല്ലാം ദൈവത്തിന്റെ കാവലും സൂക്ഷിപ്പുണ്ടായിരിക്കണം. എല്ലാവരും തിരുത്തരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റെ ഉത്തമ സാക്ഷിയിൽ നിന്ന് ഞാൻ 17-ാം തീയതി വന്നു. 17-ാം തീയതി. ആ 17-ാം തീയതി ഇവിടെ വന്നു. ഇപ്പം 2 ആഴ്ച കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നത്. ഇന്നലെ ഇങ്ങോട്ട് വന്നത്. ആ അത് ശരി. മോനെന്ത് അവന് 16 വയസ്സുണ്ട്. 6 വയസ്സുണ്ട്. Yeah. മോനെ What are you doing now? Student, studying. 11. There also you have a group system. Yeah. So you have to learn all the subjects. What's the name of your college? College. And then high school. As higher secondary in Kerala. Yeah. In Kerala also, after 10, 11 and 12. So you are in 11th standard. Yeah. That is all. അതാരാ? എൻ്റെ മോൻ ഇത് മകളുടെ മോൻ. ഇവിടെ മകളാ. ആ ശരി. ചിന്നമ്മ വന്നിട്ടുണ്ടോ? ഇല്ല, ചിന്ന പോകുന്നില്ല. ഇവിടെ പോയി അവൻ വന്നേയില്ല നാട്ടിൽ. ആ ആ ചിന്നമ്മയും മോളും വന്നില്ല. ആഹാ. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ വന്നിരിക്കുക. യാ അത് ശരി. അവർ 3 വർഷത്തിന് മുമ്പ് വന്നു. ആഹാ ആ. ഇനി 1-2 വർഷത്തിനകം വരും. ബാബുട്ടി എന്നിട്ട് വേറെ ഒന്ന് അഭിപ്രായം ഉണ്ടായി. ആണോ? യാ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൽ ആളറിയാൻ വയ്യാതെ പോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഞാനില്ലേ? അയ്യാ ആ ശരി. ഒരു 10-20 ദിവസമായി എൻ്റെ കാലിൻ്റെ ഇവിടെ ഈ 2 വിരലിൻ്റെ ഇടയ്ക്ക് പഴുത്ത് വെറുതെ പഴുത്ത് അത് കാണാതെ ഒരു 5-8 ദിവസം പോയി. അവസാനം അത് ഓപ്പൺ ചെയ്ത് പഴുപ്പും ഒക്കെ ഒത്തിരി കളഞ്ഞ് അതിനുശേഷം അത് കരിയാൻ വേണ്ടി ഡോക്ടർ ഒത്തിരി ഗുളിക തന്നു. ഒരുപാട് ഗുളിക. ആ ഗുളികയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അത്. പിന്നെ ആഹാരം വേണം. ആന്റിബയോട്ടിക് ഒക്കെ ആയിരിക്കും. ആന്റിബയോട്ടിക്. പറഞ്ഞു. എന്നാലും ഇത് കരിയായിരിക്കാൻ പോകാം. ഇത് പഴുക്കാനെ കൊണ്ട് സംബന്ധിച്ച സമയം ആകെ വഷളായി പോകില്ല. So I was not taking my food regularly for the last 15-20 days. Every day I am going to the hospital to test the എന്താ ബേബിച്ചാൻ്റെ വീട്ടുകാരെന്തോ പുലിക്കോട്ടെ. ബേബിച്ചാൻ്റെ ബ്രദർ മരിച്ചപ്പോഴേ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തതിനകത്ത്
വീഡിയോ ഒക്കെ എടുത്തതിനകത്ത് ഉപ്പാപ്പൻ്റെ പടം ഉണ്ടായിരുന്നു. പക്ഷേ ബേബിയുടെ ആ ഫാദർ ഉണ്ടല്ലോ, ഫാദർ ഇവിടുത്തെ അമ്മയുടെ ആങ്ങളെയാ. ബേബി ഞാൻ പറഞ്ഞില്ല, ക്ലിയർ ദി ഡൗട്ട്. ബേബി ഞാനും ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളാണ്. ആ അത് ശരി. ആ എൻ്റെ അമ്മ അവൻ്റെത്. ഓ ഓ അപ്പം ഈ അപ്പച്ചനുമായിട്ട് ബന്ധമില്ല. ഞാനുമായിട്ടോ? അല്ല എൻ്റെ അപ്പച്ചൻ. ഇയാളുമായിട്ട് ആ ഇല്ല ഇല്ല ഇല്ല. ആ പിന്നെ അമ്മയുടെ എനിക്കുള്ള അമ്മയുടെ അനിയത്തിയാ. എനിക്ക് ആരുമുള്ള അമ്മച്ചി ഇല്ല. അമ്മച്ചിയുടെ അമ്മയുടെ അനിയത്തി. അനിയത്തിയാ ചത്താളിന്റെ അമ്മ. ആ ആ ആ ചത്താളിന്റെ അമ്മ ബേബിയുടെ വല്യമ്മ. ഓ അത് ശരി. ബേബിയുടെ അമ്മ, ബേബിയുടെ വല്യമ്മേ, ബേബിയുടെ അമ്മ. അത് തന്നെ ബേബിയുടെ അമ്മ. അമ്മ ഈയിടെ മരിച്ചു പോയത്. ഈയിടെ മരിച്ചു പോയത്. അതെ അതെ, അത് ബേബിയുടെ മദർ. അവരും തങ്കമ്മയുടെ അമ്മയുമായിട്ട് കസിൻസാ. അമ്മയുടെ അമ്മയും ചേട്ടത്തിയും. ആ ശരി. അമ്മയുടെ ഒത്തമ്മ. അപ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലായി. സുഖാണോട്ടാ? പിന്നെ കാല് വയ്യാത്തോണ്ട് കുറേ ദിവസം കാലേ ഈ പഴുത്ത് വിരലിനിടയ്ക്ക് കുഞ്ഞു വിരലിൻ്റെയും മഴയായതുകൊണ്ടായിരിക്കും. ആ ചുമ്മാതെ പഴുത്തതാ. പഴുത്തിപ്പോൾ ഒരു 10 ദിവസമായി ഞാൻ പുറത്തോട്ട് പോയിട്ട്. എനിക്ക് മണിയുണ്ട്, സൂസനുണ്ട്. മറ്റവരുടെ അടുത്ത് വരുന്നോ? അവളിവിടെ ഉണ്ടായിരുന്നു. എന്നാ പോയെ? അവള് പിന്നെ ബോംബെ പോയില്ല, മാവേലിക്കരയ്ക്ക് പോയിരിക്കുക. എന്നിട്ടൊക്കെ പോകേണ്ടത്? 10-ാം തീയതി പോകും പോലും. അടുത്ത 10-ാം തീയതി. മക്കളെ മോൻ നടക്കുമോ? അവളുടെ മണ്ണ് നടക്കും. ഇവന്മാർ രണ്ടും കൂടെ ഭയങ്കര അടിയാ. ഇയാളാ അവിടുത്തെ അവകാശി. അതുകൊണ്ട് ഒരു ഭാഗം എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വീട് എന്റേതാ, സൈക്കിൾ എന്റേതാ. ഇല്ല, ഞാൻ പോയി. ആ മെനയൊന്ന് പോയി. സാംകുട്ടി ആരാ? എന്റെ ഇളയ മകൻ. എന്താ ചെയ്യുന്നു? എന്താ ചെയ്യുന്നു? He is working in a polytechnic at Kozhikode. This is my eldest son. അത് ശരി. He is running a business. അത് ശരി. പുള്ളിയുടെ പേരെന്താ? ബാബു. ബാബു. His actual name is George Thomas. ആരുടെ പേര്? Actual name. ഓക്കെ. ബാബു pet name. മോനെ കണ്ടാച്ചാൻ മോനോട് നിങ്ങളും ഈ വർത്തമാനമൊക്കെ പറഞ്ഞല്ലോ. വന്നിട്ട് ഉടനെ തന്നെ പോയി. വന്ന് കണ്ടു. അതാരാന്ന് മനസ്സിലായോ? അപ്പച്ചൻ്റെ കസിന് അങ്കിളിന്റെ മോൻ. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ പിന്നെ ബാബുക്കുട്ടിക്ക് അറിയാം. അല്ല എനിക്കറിയാം, പക്ഷെ അവന് അറിയണ്ടായോ? മനസ്സിലായോ? What is my relation with him? Cousins. We are sons of brothers. His father was the elder one, and my father was the younger one. പറയുന്നതെല്ലാം അവന് പറയുന്നതെല്ലാം മനസ്സിലാവും. സംസാരിച്ചാൽ മനസ്സിലാവും, പക്ഷെ മലയാളത്തിൽ സംസാരിക്കാൻ അത് ബേബിയുടെ പിള്ളേരൊക്കെ വരുന്നുണ്ട്. ബേബിക്ക് ഒരു മോളേ ഉള്ളു, പുലിക്കോട്ടെ. അതുപോലെ തങ്കനും ഒരു മോനുണ്ട്. ആ പിള്ളേർ വന്നാലും അവർ പറയും ചതന് വന്നാൽ ഇംഗ്ലീഷ് അറിയാമെന്ന് ഞാനേ പറഞ്ഞു. കാരണം എല്ലാ വീട്ടിലും ചെന്നാൽ ഇംഗ്ലീഷ് ആരും പറയത്തില്ല. പക്ഷേ പിന്നെ ബേബിച്ചാൻ്റെ മോള് നല്ലപോലെ പറയും. നല്ലപോലെ പറയും. അവർക്കുള്ള പ്രൊനൗൺസിയേഷനൊക്കെ എത്ര ഡീസൻ്റ് ആയിരിക്കുന്നതാണ്. പിന്നെ എല്ലാ പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി. വന്നൊരു 2-3 ദിവസം കഴിയുമ്പോൾ വരും. അത് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് വരും. കരയുന്നോ എൻ്റെ കരയുന്നോ ഒറ്റ പ്രാവശ്യം. ആരാന്ന് പറഞ്ഞു മനസ്സിലായോ? പുലിക്കോട്ടെന്ന് പറഞ്ഞു. ആ ബേബിച്ചാൻ. ബേബിച്ചാൻ. ബേരി.
ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി. മറ്റോടൊപ്പം പീഡിസിക്കാകാൻ പോയി. ഇപ്പോഴത്തെ റിസൾട്ട് കുട്ടി ചേർക്കുന്നതുകൊണ്ട് നോക്കി. കുട്ടിയുടെ എന്നാ ശ്രദ്ധിച്ചു. മാർക്ക് എത്രയുണ്ട് മോളെ? മാർക്ക് എത്രയുണ്ട് എസ് എൽ സിക്ക്? 387. ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. അവിടെ ചിലപ്പോൾ കിട്ടും. അവിടെ ചിലപ്പോൾ there is no guarantee. If there is price, they will give. എന്തായാലും കാണത്തില്ലേ ചില മുന്നോട്ട് മാറിയെന്ന് എനിക്ക് കാണാറില്ല. എലിക്കുട്ടി എന്താ പറയുന്നത്? പേരെന്താ? പേരെന്താ? സൂസൻ. ആരാ ഇത്? അച്ഛന്റെ മോള്. അച്ഛന് 2 പെമ്മക്കളുണ്ട്. അതില് 2 പെണ്ണും 2 ആണും. 2 ആണ്. ഇത് ഇരട്ട പറ്റവരാ. ഒരാള് കൂടെ ഉള്ളത്. അപ്പോഴേ 2 പേരെയും കെട്ടിച്ചു, കല്യാണം കഴിച്ചു. കഴിച്ചപ്പോഴേ ഒരാള് അച്ഛനെ ശുശ്രൂഷിക്കാനായിട്ട് ഇവിടെ ഉണ്ട്. വല്ലപ്പോഴൊക്കെ വരും. 2 പേരും നല്ല സ്വഭാവ. അവർക്ക് കിട്ടിയ ഭർത്താക്കന്മാരും കൊള്ളാം. അല്ലാതെ എല്ലാരും പഴക്കൊണ്ട് ഞാൻ ഇന്ന് പോയി ഡ്രസ് ചെയ്തോണ്ടിരിക്കുകയാണ്. സൂസനെ അറിയത്തില്ലയോ? ജോളിയുണ്ട്. ജോളി ചിന്നമ്മയെ അറിയത്തില്ലയോ? അറിയാം. ഞാൻ അവിടെ ചെന്ന് അവർക്ക് കാണാനായിട്ട് ഇത് പിടിച്ചോണ്ട് പോകുന്നത്. ജോളിയെ നീ തന്നെയാണല്ലോ? പിള്ളേരില്ലേ? ആഹാ. നീ എന്നാ തിരുവല്ലയിൽ നിന്ന് വന്നേ? സൂസന്റെ മോനായി. അവിടെ ചെന്ന് എന്നിട്ട് കണ്ടില്ല. എത്ര വയസ്സുണ്ട്? 2 മൂന്നാല്. ആ വലിയ ആളാണല്ലോ. അതൊന്നും ഞാൻ കണ്ടില്ല. പറഞ്ഞോ എന്നെ വിഷയമാക്കണ്ട. പല്ലില്ലാതിരിക്കുക. എടുത്ത് കളയില്ല. എടുത്ത് സൂക്ഷിച്ചേക്കാം. വന്നിട്ടങ്ങ് പോയി. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് പോയ വഴിക്ക് അവിടെ ചെന്ന് കിടന്ന് വന്നതാണ്. അപ്പോഴാട്ടിന് കോഴിയൊക്കെ കണക്കിട്ട് കാലും കഴിയും. അവൻ കാലിന്റെ പടം എടുക്കത്തില്ല. എന്റെ കളെ പിടിക്കണ്ട. ഇപ്പോഴും നാണമാ. ഒരു ബോർഡ് കൂടെ ആക്കണേ. ഹാപ്പി മാരീഡ് കപ്പിൾ. അത് അറിയേണ്ടവർ അറിഞ്ഞോളൂ. 10 പേര് അറിഞ്ഞു എന്നെ കല്യാണം കഴിച്ചത്. നിക്കാൻ ഇങ്ങോട്ട് നിന്നെ കണ്ടാ ഒന്ന് പിടിച്ചു എന്താ പറ. എല്ലാരും ചിരിച്ചോണ്ടിരിക്കുന്നത്. ഇനി കൊച്ചമ്മയുടെ ടേണ. അവരുടെ അപ്പച്ചന് പറയാനുള്ളത് പറഞ്ഞു.
ഇനി ചിന്നമ്മ വരുമ്പോഴത്തേക്ക് കാണത്തില്ലെന്നാ. അതൊന്നുമല്ല. അത് ഇതുപോലെ എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളിങ്ങനെ അടുത്തത് എങ്ങനെയാ നോക്കുന്നത്? ഒരാൾ തോളെ പിടിക്കുന്നു. എനിക്ക് മരിക്കുന്നതിന് വഴി എന്റെ വെത്തപ്പാടുകളൊന്ന് മാറി കിട്ടിയാണ്. പെൺകൊച്ചുങ്ങളെ എന്നതിന് 3-4 ഉണ്ട്. ചില കടമുണ്ട്, അതൊന്ന് മാറി കിട്ടിയാലേ ഞാൻ ഭാഗ്യം. എന്താ കട ഇല്ലാതെ ഇനി ഒരു പരിഹാരം ഉണ്ടായാൽ ഞാൻ നിത്യവിശ്രാമത്തിലേക്ക് പോകും. സന്തോഷത്തോടെ. ഉടൻ തന്നെ. അത് തീരാത്തതിന്റെ കുഴപ്പമാണ്. അത് ശരി. അതിനാണ് അപ്പൊ ഞാൻ വീടാതെ ഇട്ടിരുന്നാ മതി, നീണ്ടാൾ കിടന്നോളും. കർത്താവരെ പോയല്ല. അതിന്റെ പ്രയാസ കടമുണ്ടെങ്കിൽ കർത്താവിന് പാലമൊന്നുമില്ല. കടം നീക്കിയാൽ ഉടൻ പുറത്തേക്ക് അല്ല ഞാൻ അപ്പൊ അങ്ങ് പോയാ പിന്നെ എന്താ നീ കാണാൻ പറ്റിയല്ലോ. അപ്പൊ ആ കട അവിടെ കിടക്കട്ടെ. ഇത് അവിടെ വേറെ ആരെയും ഒക്കെ ഇരിക്കുമ്പോ ഇത് അവിടെ പെയ്ത്തോക്കാരൊക്കെ വരുമ്പോ കാണിക്കാം, ഇത് അവിടെയുള്ള ഒരു മൂപ്പന്റെ വിശ്വാസത്തിന്റെ കടമുള്ളവൻ സ്വർഗത്തിൽ പോയല്ല, കർത്താവിന്റെ പോയല്ല. അതുകൊണ്ട് കടം മാറ്റി കടം വാങ്ങിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മേലാ കടം വാങ്ങിക്കുകയില്ല. മാറ്റി കിട്ടുമോ? തീർച്ചയായിട്ടും പിന്നെ 5 പൈസ കടം വാങ്ങിക്കില്ല. പിന്നെ എന്റെ പ്രത്യാശ വർദ്ധിച്ച് എന്റെ കർത്താവിനോട് ചേരാൻ എനിക്ക് സാധിക്കും. ഇതൊക്കെ പറഞ്ഞാൽ എത്ര കടമുണ്ടെന്നുള്ള എല്ലാ രൂപമുണ്ടോ? 5,000 5,000 കടയുള്ളൂ. അത്രയോ? അപ്പൊ നനവാനാണല്ലോ. കാരണം പണ്ട് 100,000 കേട്ടോ. ആകെ പോയി.